കോളേജ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എംടെക്കിന് പോകണോ അതോ വേറെ എന്തെങ്കിലും കോച്ചിങ്ങിന് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അവിടെ പഠിച്ചിറങ്ങിയ കുറേ പേരെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. കമ്പൈൻ സ്റ്റഡിയൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഞാനും പണ്ട് തൊട്ടേ കമ്പൈൻ സ്റ്റഡി വലിയ പ്രിഫർ ചെയ്യാത്ത ആളായിരുന്നു. സീരിയസ്നെസ് ഒന്നും ഇല്ലാതെയാണ് ചെന്ന് കയറിയത്. പക്ഷേ ഇങ്ങനെ ഒരു സ്പേസ് കിട്ടിയപ്പോഴാണ് കമ്പൈൻ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും കോഡ് വെച്ച് പഠിക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഫോക്കസ് ചെയ്ത് നല്ലപോലെ പഠിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ പഠിക്കാനായിട്ടൊരു സ്ഥലം ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഞാനിങ്ങനെ നോൺ ടെക് ഒക്കെ വീട്ടിൽ പോയിരുന്ന് പഠിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നോൺ ടെക്നിക്കലിലോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വരെ അങ്ങനെ ഒരു സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മാത്രമാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് ഈ ഗ്രൂപ്പ് സ്റ്റഡി തന്നെയാണ്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അതുകൊണ്ടും ഭയങ്കര പ്രൗഡാണ്. വീട്ടുകാരായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് കിട്ടിയാൽ. എൻ്റെ പേര് വിഷ്ണുപ്രിയ. ഞാൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടനിൽ 2023 പാസ് ഔട്ടാണ്. സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഇപ്പം കഴിഞ്ഞ റെയിൽവേ ക്രാക്ക് ചെയ്തു. അപ്പം സെക്കന്ദരാബാദ് സോണാണ് കിട്ടിയത്. കോളേജ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എംടെക്കിന് പോകണോ അതോ വേറെ എന്തെങ്കിലും കോച്ചിങ്ങിന് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോഴാണ് സിവിലൻസിനെ പറ്റി കേട്ടത്. അപ്പം അവിടെ പഠിച്ചിറങ്ങിയ കുറേ പേരെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അങ്ങനെ സിവിലൻസിൽ ജോയിൻ ചെയ്തു. അപ്പം പാസ് ഔട്ട് ആയ ഉടനെ ജോയിൻ ചെയ്ത സമയത്ത് ആ ഒരു വൈബ് തന്നെയായിരുന്നു. കോളേജിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു. വലിയ സീരിയസ്നെസ് ഒന്നും ഇല്ലാതെയാണ് ചെന്ന് കയറിയത്. പക്ഷേ അവിടെ ചെന്നപ്പം വീക്ക്ലി നമ്മളെ അസസ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു, മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. മോഡൽ ടെസ്റ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ടക്ട് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ കുറച്ചുകൂടി ഫോക്കസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ഒരു 8-10 മന്ത്സ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവർ തൈവിള എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. നമുക്ക് കമ്പൈൻ സ്റ്റഡിയൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഫോക്കസ് ചെയ്ത് നല്ലപോലെ പഠിക്കാൻ തുടങ്ങിയത്. ഈ ജോലി വേണം അങ്ങനെയൊക്കെ ഉള്ളൊരു ആഗ്രഹം വന്നല്ല. അതുവരെ നമ്മൾ ആ ഒരു ചിൽ വൈബിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം നല്ല ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. സിവിലൻസിന് തന്നെ മെറ്റീരിയൽസ് എല്ലാം വെച്ചിട്ട് പഠിച്ചു. ഫസ്റ്റ് വന്ന എക്സാം ജൂനിയർ ഇൻസ്ട്രക്ടർ ആയിരുന്നു. അപ്പോൾ അത് നല്ലപോലെ എഴുതി. അപ്പോൾ ആ സമയത്താണ് പിന്നെ വേറെ എക്സാംസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ വന്നു. അങ്ങനെ നോൺ ടെക് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം നോൺ ടെക് പഠിച്ചിട്ട് കുറേ വർഷമായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് സൂപ്പർ നോട്ട്സിൻ്റെ ഒരു കോഴ്സ് വന്നത്. അതൊരു 2 മന്ത് കോഴ്സ് എന്തോ ആയിരുന്നു. അപ്പം അതെടുത്തു. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് നോൺ ടെക്നിക്കലിനോട് ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ അത് കണ്ടപ്പം എനിക്ക് പിന്നെ അതിലോട്ട് ഇഷ്ടം വന്നു തുടങ്ങി. അങ്ങനെ ആ 2 മന്ത് കഷ്ടപ്പെട്ടിരുന്ന് ജോഗ്രഫിയും ബയോളജിയും എല്ലാം ഇരുന്ന് പഠിച്ചു. അങ്ങനെ CBT 1 നല്ലപോലെ ക്വാളിഫൈ ആയി. പിന്നെ CBT 2 വേണ്ടിയിട്ട് സിവിലൻസിൻ്റെ നോട്ട്സ് തന്നെയാണ്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. സിവിലൻസ് തന്നെ മോക്ക് ടെസ്റ്റ് ഇടുമായിരുന്നു. അപ്പോൾ അത് ഞാൻ എല്ലാ ക്വസ്റ്റ്യനും 20 എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത്രയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം CBT 2 ക്വാളിഫൈ ആയി. ഇങ്ങനെ ഒരു ഇങ്ങനെ പഠിക്കാനായിട്ടൊരു സ്ഥലം ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഞാനിങ്ങനെ നോൺ ടെക് ഒക്കെ വീട്ടിൽ പോയിരുന്ന് പഠിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സ്പേസ് ഇവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ റെയിൽവേ ഫോക്കസ് ചെയ്ത് പഠിക്കാം. നോൺ ടെക്നിക്കലിലോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വരെ അതുകൊണ്ടാണ്. അങ്ങനെ ഒരു സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മാത്രമാണ്. പിന്നെ ഞാനും പണ്ട് തൊട്ടേ കമ്പൈൻ സ്റ്റഡി വലിയ പ്രിഫർ ചെയ്യാത്ത ആളായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സ്പേസ് കിട്ടിയപ്പോഴാണ് കമ്പൈൻ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും പിന്നെ കോഡ് വെച്ച് പഠിക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഓരോ കോഡൊക്കെ ഇട്ട് അപ്പം നമുക്ക് കുറച്ചുകൂടി ഓർമ്മ നിൽക്കും. നമ്മൾ ചുമ്മാ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കിട്ടുന്നതിനേക്കാളും നല്ലത് ഒരു ഗ്രൂപ്പായിട്ടിരുന്ന്. അപ്പം എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് ഈ ഗ്രൂപ്പ് സ്റ്റഡി തന്നെയാണ്. എൻ്റെ ഫ്രണ്ട്സും ഇതേപോലെ എല്ലാവരും വന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെയൊക്കെ ഫോക്കസ് ആയിട്ടിരുന്ന് പഠിച്ച് അങ്ങനെ തന്നെയാണ് കിട്ടിയത്. ഇതില്ലായിരുന്നെങ്കിൽ, ഇങ്ങനൊരു സ്ഥലം ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇതെനിക്ക് കിട്ടും എന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പുതിയ ആൾക്കാരെ കാണാം, പുതിയ അറ്റ്മോസ്ഫിയറിലേക്കാണ് പോകുന്നത്. പക്ഷേ ചെറിയൊരു ടെൻഷനും ഉണ്ട്. റെയിൽവേ ആണ്, എങ്ങനെയാവും. സെക്കന്ദരാബാദ് സോൺ ആയതുകൊണ്ടുള്ളൊരു ടെൻഷൻ. വേറെ ബാക്കി എല്ലാം കൊണ്ടും ഭയങ്കര പ്രൗഡാണ്. വീട്ടുകാരായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് കിട്ടിയാൽ. Start your preparations for engineering competitive exams from top educators. Learn from the best.